എല്ലാവർക്കും TR ലേണേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് പത്രങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തേതാണ് നേഷൻ. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ആരംഭിച്ച പത്രമാണ് നേഷൻ. അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡുള്ളത് നേഷൻ എന്നത് കൃഷ്ണൻ. നമുക്കൊരു പ്രാസത്തില് അത് ഓർത്തിരിക്കാം, നേഷൻ കൃഷ്ണൻ. അപ്പൊ നേഷൻ എന്ന പത്രം ആരംഭിച്ചതാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തതാണ് വന്ദേ മാതരം. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായിയുടെ പത്രമാണ് വന്ദേ മാതരം. അത് നമുക്ക് വന്ദേ മാതരം എന്ന് പറയുന്നത് നമ്മുടെ ദേശഭക്തി ഗാനമാണ്. അപ്പൊ നമ്മൾ വന്ദേ മാതരം കേൾക്കുമ്പോൾ ഒരിക്കലും ലാലാ പാടി നിൽക്കരുതെന്ന് ഓർത്താൽ മതി. അപ്പൊ വന്ദേ മാതരം ആരംഭിച്ചത് ലാലാ ലജ്പത് റായ്. അടുത്താണ് സംവാദ് കൗമുദിയും മിറാത്ത് ഉൾ അക്ബറും. ഈ രണ്ട് പത്രങ്ങളും ആരംഭിച്ചിരിക്കുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അത് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. സംവാദ് കൗമുദി, മിറാത്ത് ഉൾ അക്ബർ, ഈ രണ്ട് പത്രങ്ങളും ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തതാണ് ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് എന്ന പത്രം ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. ആനി ബസന്റിന്റെ രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും. അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഒരു ബസ്സായിട്ട് കണക്ട് ചെയ്താൽ മതി. ബസ്സിന്റെ പുതിയ വീലാണ് ഓർത്താൽ മതി. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്, ആനി ബസന്റ്. അപ്പൊ ബസ്സിനകത്ത് ആനി ബസന്റ് ഉണ്ട്, ന്യൂ പുതിയ വീല്, പുതിയ രണ്ട് ടയറുകളായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പൊ ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും ആനി ബസന്റിന്റെ രണ്ട് പത്രങ്ങളാണ്. അടുത്താണ് വോയിസ് ഓഫ് ഇന്ത്യ. വോയിസ് ഓഫ് ഇന്ത്യ ആരംഭിച്ചത് ദാദാഭായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജി. അത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദാദ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ഒരു സംഭവമായിട്ട് നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നതാണ് ദാദ. അപ്പൊ ദാദയുടെ സൗണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ നല്ല വോയിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ തന്നെ ശബ്ദമായിട്ട് നമുക്ക് തന്നെ കണക്ട് ചെയ്യാം. അപ്പൊ ദാദയുടെ സൗണ്ട് കേട്ടാൽ നമ്മളെല്ലാവരും ഞെട്ടും എന്നുള്ള രീതിയിൽ ദാദയുടെ വോയിസ്. അപ്പൊ വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. അടുത്തത് കേസരി മറാത്ത. കേസരി മറാത്ത എന്നീ രണ്ട് പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. കേസരി മറാത്ത എന്നീ രണ്ട് പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. അത് നമുക്ക് ഓർത്തിരിക്കാം. കേസരി എന്നുള്ളത് നമുക്കതവിടെ കുസൃതി എന്നാക്കാം. കുസൃതി എന്നാക്കിയാല് കുസൃതി മാറാത്ത ബാലൻ എന്നാക്കാം. കുസൃതി മാറാത്ത ബാലൻ. അപ്പൊ കേസരി മറാത്ത ഇവ രണ്ടും ബാലഗംഗാധര തിലകിന്റെ പത്രങ്ങളാണ്. അടുത്താണ് പ്രബുദ്ധ ഭാരതും ഉദ്ബോധനും. പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ. പ്രബുദ്ധ ഭാരതും ഉദ്ബോധനും വിവേകാനന്ദന്റെ പത്രങ്ങളാണ്. പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ വിവേകാനന്ദന്റെ പത്രമാണ്. അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ബുദ്ധിയും ബോധവും ഉള്ളവനാണ് വിവേകാനന്ദൻ എന്ന് ഓർത്താൽ മതി. ബുദ്ധിയും ബോധവും ഉള്ളവനാണ് വിവേകാനന്ദൻ. നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങിയാൽ നേഷൻ ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, സംവാദ് കൗമുദിയും മിറാത്ത് ഉൾ അക്ബറും രാജാറാം മോഹൻ റോയ്, ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി, കേസരി മറാത്ത ബാലഗംഗാധര തിലക്, പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ വിവേകാനന്ദൻ. അടുത്താണ് യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. ഈ നാല് പത്രങ്ങൾ ആരംഭിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട നാല് പത്രങ്ങളാണ് യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. അത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഗാന്ധിജി എപ്പോഴും ഹരിജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. താഴ്ന്ന ജാതിക്കാർക്കോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ വേണ്ടിയിട്ട് എപ്പോഴും സംസാരിച്ചിരുന്ന ഒരാളായിരുന്നു ഗാന്ധിജി. അപ്പൊ ഹരിജൻ. പിന്നെ ഉള്ളത് യങ് ഇന്ത്യ. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു യങ് ഇന്ത്യ, എപ്പോഴും ഇന്ത്യ യങ് ആയിരിക്കണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എന്ന് നമുക്ക് വിചാരിക്കാം. അതിലൂടെ ഇന്ത്യക്കൊരു നവജീവൻ സൃഷ്ടിക്കാനായിട്ട് ഗാന്ധിജി ശ്രമിച്ചു. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. ഇത് നാലെണ്ണമാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട പത്രങ്ങൾ. അടുത്താണ് അൽ ഹിലാൽ. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. അത് നമുക്ക് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്തതാണ് മൂക് നായകും
ബഹിഷ്കൃത ഭാരതവും. മൂക് നായർ ആൻഡ് ബഹിഷ്കൃത ഭാരതം ആരംഭിച്ചത് അംബേദ്കർ ആണ്. മൂക് നായർ, ബഹിഷ്കൃത ഭാരതം എന്നീ 2 പത്രങ്ങൾ ആരംഭിച്ചത് അംബേദ്കർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം തൊട്ടൊന്ന് പറഞ്ഞു നോക്കാം. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, വന്ദേ മാതരം ലാല ലജ്പത് റായ്, സംവാദ് കൗമുദി ആൻഡ് മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ്, ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി, കേസരി മറാത്ത ബാലഗംഗാധര തിലക്, പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ വിവേകാനന്ദൻ, യങ് ഇന്ത്യ ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, മൂക് നായക്, ബഹിഷ്കൃത ഭാരതം അംബേദ്കർ. താങ്ക് യു.